وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പരമാവധി ജീവിതത്തിൽ പകർത്തണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവർക്കും തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൻ്റെ അവസാന ഭാഗത്താണ് നാം ഉള്ളത്. നമ്മെ പിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ മാസത്തെ നാം എങ്ങനെ സ്വീകരിച്ചു, ആദരിച്ചു എന്ന ചോദ്യത്തിന് അള്ളാഹുവിന് മുന്നിൽ മറുപടി പറയേണ്ടതുണ്ട്. കിട്ടിയ അവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമളാൻ, കൂടുതൽ റമളാൻ മാസത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാൾ അത് വേണ്ട വിധത്തിൽ ആ അവസരത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ അയാൾ ഒരു ഷഹീദിനേക്കാൾ ശ്രേഷ്ഠനാവുമെന്ന് ഹബീബിന സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസരങ്ങൾ ചിലപ്പോൾ അമൂല്യമാണ്. ചിലർക്കത് ആവർത്തിച്ച് ലഭിച്ചേക്കാം, മറ്റു ചിലർക്ക് നിമിഷങ്ങളായും മാസങ്ങളായും വർഷങ്ങളായും ലഭിച്ചേക്കാം. ആ അവസരങ്ങളെ തിരിച്ചറിയുക എന്നിടത്താണ് വിജയം. അവസരങ്ങളിൽ സൂപ്പർ അവസരമാണ് ഷഹ്റു റമളാൻ. കണക്കല്ലാത്ത പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റിയ അവസരം. അവസരങ്ങളെ ഭീതിയോടെയും ഭയത്തോടെയും കാണുന്നവരുണ്ട്, സന്തോഷത്തോടെ കാണുന്നവരും ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. അവസരം ചിലപ്പോൾ ശത്രുവാകും, ചിലപ്പോൾ മിത്രമാകും. ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും, മറക്കുന്നതാണ് ചിലപ്പോൾ ഉത്തമം എന്നതുപോലെ. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന മഹത്തായ അവസരത്തിലാണ് നാം ഉള്ളത്. 2 ഭാഗവും നമ്മിൽ നിന്നും കൊഴിഞ്ഞുപോയി. എപ്പോഴും അതിലേക്കൊരു തിരിഞ്ഞുനോട്ടം നല്ലതാണ്. നടത്തത്തിൻ്റെ വേഗതയിൽ ശക്തിയായി കാലൊന്നു കുത്തി വേദനിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചോര പൊടിയുമ്പോഴായിരിക്കും നടന്നകന്ന ദൂരത്തെക്കുറിച്ചും നടക്കാൻ ബാക്കിയുള്ള ദൂരത്തെക്കുറിച്ചും നാം ഓർക്കുന്നത്. ഒരു അസ്വസ്ഥത മൂലം നാം ഒരു ഡോക്ടറെ കാണുമ്പോഴായിരിക്കും താനൊരു മാറാരോഗിയാണെന്നറിയുന്നത്. അന്നേരമായിരിക്കും കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ചും തുടർന്നുള്ള മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ഭീതിയോടെ നാം ഓർക്കുക. കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും രക്ഷ തേടി തൻ്റെ നാഥനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഭാഗ്യമുള്ളവർക്ക് സാധിച്ചേക്കാം. അവിടെയും ആഗ്രഹിക്കുന്നത് അവസരത്തെയാണ്. ആ അവസരത്തിൻ്റെ ദൈർഘ്യം നീട്ടിക്കിട്ടുവാനുള്ള വ്യാമോഹമായിരിക്കും ആ മനസ്സിനുള്ളിൽ ഉണ്ടാകുക. അവസരം കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം, എല്ലാം റബ്ബിൻ്റെ തീരുമാനം. അതുവരെയും കിട്ടിയ അവസരങ്ങളെ നേരാവണ്ണം ഉപയോഗപ്പെടുത്താത്തതിൽ ഖേദിക്കുന്ന കാലമായിരിക്കും ശേഷിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞുപോയതിൻ്റെ രാത്രങ്ങളിലേക്കൊന്ന് എത്തി നോക്കി സംഭവിച്ച കുറവുകളെയും പോരായ്മകളെയും മനസ്സിലാക്കി തിരുത്തുവാനും പശ്ചാത്തപിക്കുവാനും കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്ക് കടക്കുവാനും അവസരങ്ങൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. 60% കൂടുതൽ അവസരങ്ങൾ തീർന്നു പോയിരിക്കുന്നു. ദിനേന എന്നോണം തീർന്നുകൊണ്ടേയിരിക്കുന്നു. ശവ്വാൽ 1 വരെയാണ്. അവസരം ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയുമില്ല. കിട്ടുന്ന അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മുടെ എല്ലാ അവസരങ്ങളെയും അവസ്ഥകളെയും സാഹചര്യങ്ങളെയും വിലക്കെടുക്കാത്ത പ്രതിഭാസമാണ് മരണം. ഭൂമിയിൽ ഏത് കാര്യത്തിനും തയ്യാറെടുക്കുന്നവരാണ് മനുഷ്യൻ. ഒരു യാത്ര തീരുമാനിച്ചാൽ 2 ദിവസം മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും. ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കും, പെട്ടികളും തയ്യാറാക്കും. ദൂരയാത്രയാണെങ്കിൽ വേണ്ടപ്പെട്ട പ്രമാണങ്ങളും തയ്യാറാക്കും. നമ്മുടെ അന്ത്യയാത്രയെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല തയ്യാറെടുപ്പുമുണ്ടോ?
അതിനെന്തെങ്കിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരു ജോബ് വിസ കിട്ടുകയാണെങ്കിൽ അതിനുള്ള പണം ഏത് സമയത്തും എൻ്റെ കയ്യിൽ റെഡിയാണ് എന്ന് പറയുന്നത് പോലെ ഏത് സമയത്ത് ഞാൻ മരണപ്പെട്ടാലും എൻ്റെ കയ്യിൽ കർമ്മങ്ങളുണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? സഹോദരങ്ങളെ, നാം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും ഭൂമിയിലെ അറയിലേക്കുള്ള അഥവാ ഖബറിലേക്കുള്ള ദൂരത്തെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബർ നമ്മെ വിളിക്കുന്നുണ്ട്, നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭൂമി പറയുന്നുണ്ടാവും, നീ കുറെ കാലം എൻ്റെ മാറിടത്തിൽ മലക്കം മറിഞ്ഞില്ലേ, മതി, ഇനി നിന്നെ ഞാൻ ഖബറിൽ അല്പം മയക്കി കിടത്താം എന്ന് എല്ലാ അവസരങ്ങളിലും നമ്മളെ അവിടെ തീരും. ഭൂമി അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം സംസാരിക്കുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. تحفظوا من الأرض فإنها أمكم وإنه ليس من أحد عامل عليها خيرا أو شرا إلا وهي مخبرة. ഇതാ ഈ ഭൂമിയിൽ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളൂ. ഇത് നിങ്ങളുടെ ഉമ്മയാണ്. ഇതിൽ വെച്ച് ആരെന്ത് ചെയ്താലും നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഭൂമി അത് പറയാതിരിക്കില്ല. അപ്പോൾ ഭൂമി സംസാരിക്കുമെന്ന് ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്തികളെക്കുറിച്ച് ഭൂമിയും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അവസരം വരുമ്പോൾ ഭൂമി അത് പറയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നാം ഭൂമിയുടെ ഭാഗമാണ്. മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവർ, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ, നമുക്കുള്ള മിക്ക ഭക്ഷണങ്ങളും വെള്ളവുമെല്ലാം ഭൂമിയിൽ നിന്നാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ തുള്ളിച്ചാടുന്നതും കണ്ണുനീർ പൊഴിക്കുന്നതും ചിരാപുതിക്കുന്നതും കോപം വരുമ്പോൾ കർക്കിച്ചെത്തുന്നതുമെല്ലാം ഭൂമിയുടെ മാറിലാണ്. ഒരു പക്ഷേ ഭൂമി അത് ക്ഷമിക്കുമായിരിക്കും. ഭൂമിക്ക് മുകളിൽ നാം അഹങ്കരിക്കരുത്, പൊങ്ങച്ചെന്നടിക്കരുത്. അതിനുവേണ്ടി മഞ്ഞെടുക്കുന്ന കള്ളക്കഥകളും എല്ലാ കഥകളും റബ്ബിന് വെറുപ്പാണ്. അവൻ പറഞ്ഞില്ലേ, വലാ തംശി ഫിൽ അർളി മർഹ ഇന്നക ലൻ തഖ്ലിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൗല. ഭൂമിയിൽ നീ അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത്, അതുകൊണ്ട് ഭൂമിയെ പിളർക്കുവാനോ മലകളോളം നീളത്തിൽ ഉയരുവാനോ നിനക്കാവില്ല എന്ന്. ആരാണ് നീ? അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിക്കാൻ വാഹനമില്ലാത്ത ആത്മാക്കളായി ആലമുൽ അർവാഹിലായിരുന്നു. ആ ആത്മാക്കൾക്ക് സഞ്ചരിക്കുവാൻ നമ്മുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ രൂപപ്പെടുത്തി. ആ ആത്മാക്കളെ അള്ളാഹു അതിൽ സന്നിവേശിപ്പിച്ചു. അങ്ങനെ അവൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മെ എല്ലാം അവൻ പുറത്തു കൊണ്ടുവന്നു. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത നിലയിൽ പുറത്തു കൊണ്ടുവന്നു. 20, 40, 60, 80 വർഷം ജീവിച്ചിട്ടും എന്താണ് അറിയേണ്ടത് എന്ന ഭാഗം അറിയാൻ നമുക്ക് അവസരം കിട്ടിയില്ല. അവിടെയും നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ എല്ലാവരും നമ്മെ ഏറ്റി നടന്നു. നാം നിസ്സഹായരും നിഷ്കളങ്കരുമായിരുന്നു. നമുക്ക് സമയം വരുവാനുണ്ട്. ആ സമയം എടുത്താലും ആരൊക്കെയോ നമ്മെ ഏറ്റി നടക്കും. അന്ന് നമ്മൾ നിശ്ചലരായിരിക്കും. ഈ 2 കാലയളവിനുള്ളിൽ നാം ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് അള്ളാഹു നമ്മോട് ചോദിക്കുക. അതിനാണ് നാം ഉത്തരം കണ്ടെത്തേണ്ടത്. എവിടെയാണ് നമ്മുടെ ആത്മാവിൻ്റെ യാത്ര അവസാനിക്കുന്നത്, അവിടെ നമ്മുടെ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് തിരിച്ചു പോകും. നമ്മുടെ ഓജസ്സും തേജസ്സും മറ്റ് പദവികളും എന്ന് വേണ്ട ഭൂമിയിൽ എല്ലാ സ്ഥാനമാനങ്ങളും ചേർത്ത് വിളിക്കപ്പെട്ട നമ്മുടെ നാമം മാറ്റിമറിക്കപ്പെടും. പകരം ലോകം നമുക്കൊരു പേര് ചാർത്തിത്തരും. അതാണ് മയ്യത്ത്. പിന്നീട് ഒരു കഫൻ പുടവയിൽ പൊതിഞ്ഞ് മണ്ണിലേക്ക് തന്നെ ചേർത്തി വെക്കും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അഥവാ മണ്ണിൽ നിന്നും സൃഷ്ടിച്ച് മണ്ണിലേക്ക് തന്നെ മടക്കുകയും പിന്നീട് ഒരിക്കൽ അതിൽ നിന്ന് തന്നെ നമ്മെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ നിയമ സംവിധാനമാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു, ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് തിരിച്ചു പോകുമെന്ന്. യഥാർത്ഥത്തിൽ ആത്മാവ് തിരിച്ചു പോകുകയല്ല, തിരിച്ച് എടുത്തു കൊണ്ടുപോവുകയാണ്. നമ്മുടെ എല്ലാം കാലാവധിയെക്കുറിച്ച് അറിയുന്ന മലക്കുകൾ നമ്മുടെ അരികിൽ വരും. അവർ അദൃശ്യരാണ്, പക്ഷേ മരണം ആസന്നമായ വ്യക്തിക്ക് അവർ ദൃശ്യമായിരിക്കും. അവർ പരസ്പരം കാണും. ഒരു ഒഴിവ് കഴിവും നടക്കാത്ത നേരം ഭയവും കരുണയും അറിയാത്തവരാണവർ. ദയയില്ലാത്തവരാണവർ. കണ്ണീരും കലച്ചിലും തിരിച്ചറിയാത്തവരാണവർ.
തനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്നറിയുന്ന നേരമാണത്. നല്ല മാർക്കോടുകൂടിയാണ് നാം വിട പറയുന്നതെങ്കിൽ, അഥവാ നല്ല മാർക്കാണെങ്കിൽ, നല്ല ആത്മാവാണെങ്കിൽ, നമ്മുടെ അടുക്കൽ വരുന്ന മലക്കുകൾ സുന്ദരന്മാരായിരിക്കും, മാന്യന്മാരായിരിക്കും, വെള്ള വസ്ത്രധാരികളായിരിക്കും, സുമുഖനും യുവാക്കളുമായിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ചിത്രവും അതിനുള്ള പ്രതിഫലവും നമുക്കുള്ള വാസസ്ഥലവും അതിൻ്റെ ചിത്രങ്ങളും നമുക്ക് കാണിച്ചു തരും. സ്വർഗത്തെക്കുറിച്ച് സുവിശേഷവും അറിയിക്കും. നമുക്ക് പോകാം, പുഞ്ചിരിച്ചുണ്ടവർ ചോദിക്കും. സന്തോഷത്തോടുകൂടി തന്നെ നാം സമ്മതം മൂടും. ചിരിച്ചു പിടിച്ച പൂജയിൽ നിന്നും തടസ്സമില്ലാതെ ഒഴുകി വരുന്ന ജലം കണക്കെ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. സന്തോഷത്തോടെയും സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിച്ചുകൊണ്ടും ഉള്ള ഒരു തിരിച്ചുപോക്ക്. സുബ്ഹാനല്ലാഹ്. അങ്ങ് ആകാശത്ത് അത്തരം നല്ല ആത്മാക്കളെ സ്വീകരിക്കാൻ മലക്കുകൾ മത്സരത്തിലാണ്. ഉന്നതങ്ങളിൽ നിന്നും ലോകത്തിന്റെ രക്ഷിതാവ് സ്വാഗതം ചെയ്യുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി നേടിക്കൊണ്ടും നിന്റെ താതനിലേക്ക് നീ മടങ്ങിക്കൊള്ളൂ, എൻ്റെ അടിയാന്മാരിലേക്ക് മടങ്ങിക്കൊള്ളൂ, പ്രവേശിച്ചുകൊള്ളൂ, എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ. ദൈവനിഷേധിയായ ആത്മാവാണെങ്കിലോ വരുന്ന മലക്കുകൾ വികൃതരൂപവും പരുഷ സ്വഭാവക്കാരുമായിരിക്കും. ചീത്ത പ്രവർത്തനങ്ങളുടെ ചിത്രവും അവൻ്റെ വാസസ്ഥലവും അവന് കാണിച്ചു കൊടുക്കും. അത് കണ്ടവൻ ഞെട്ടിത്തെറിക്കും. അവനോട് പറയപ്പെടും, പുറപ്പെടൂ. അവൻ പറയും, ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഒരു അവസരം കൂടി എനിക്ക് തരുമോ നാഥ, എന്നെ ഒന്ന് മടക്കി വിടുമോ, ഞാൻ ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു അവസരം കൂടി തരുമോ? അവൻ കേണപേക്ഷിക്കും. അള്ളാഹു പറയും, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇല്ല, ഒരിക്കലുമില്ല, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും വാക്ക്. അവൻ വാവിട്ട് കരയും. ഒരു രക്ഷയുമില്ലെന്ന് കാണുമ്പോൾ പോലീസിനെ കണ്ട കള്ളനെ പോലെ ആ ആത്മാവ് ശരീരത്തിനകത്തേക്ക് വലിഞ്ഞു കയറും. മരണത്തിൻ്റെ മലക്കുകൾ ആ ശരീരത്തിനകത്തു നിന്നും നനഞ്ഞ പഞ്ഞിക്കട്ടിൽ നിന്നും മുൾക്കമ്പിയെ വലിച്ചെടുക്കുന്ന പ്രയാസത്തിൽ ആ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരും. വേദനയാൽ പുളയുന്ന ആ ശരീരത്തെ കാണുവാനോ അവനിൽ നിന്ന് ഉയരുന്ന അട്ടഹാസത്തെ കേൾക്കുവാനോ ആർക്കും സാധ്യമല്ല. ആ ശരീരം നിശ്ചലമാണ്. ഇനിയുള്ള യാത്ര പുതിയ ലോകത്തേക്ക്. കോടികളാൽ തീർത്ത ഭവനങ്ങളിൽ നിന്നും ആരൊക്കെയോ കുഴിച്ച, പിന്നീട് അനേകം വർഷങ്ങൾ ഖബറെന്ന ഭവനത്തിൽ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടി വരും. അവിടെ ദീപാലങ്കാരങ്ങളില്ല, ഒരു മെഴുകുതിരി പോലുമില്ല, കൂരാക്കൂരിട്ട് സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ പോലും കടക്കാത്ത വിധത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ മണ്ണിട്ട് മൂടി പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഭൂമി പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമായ ആത്മീയ വെളിച്ചവും സൽക്കർമ്മങ്ങളും സമ്പാദിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എപ്പോഴും അത് നിങ്ങൾ കരുതി വെക്കണം. ആ സമ്പാദ്യവുമായി മാന്യനായിട്ടാണ് നമ്മുടെ അന്ത്യയാത്രയെങ്കിൽ ഭൂമി ആദരവോടെ നമ്മെ സ്വീകരിക്കും. അല്ലാത്ത പക്ഷം ഖബറിന്റെ രണ്ട് ഭിത്തിക്കുള്ളിലിട്ട് ഭൂമി ഒന്ന് ഞെരുക്കും. പൊട്ടിനുറുങ്ങുന്ന വാരിയല്ലുകളുടെ ശബ്ദവും അട്ടഹാസവും പൊട്ടിക്കരച്ചിലും കേട്ട് മൃഗങ്ങൾ ഭയന്ന് ഓടിപ്പോകും. കുറുക്കന്മാരും നായ്ക്കളും ഓലിയിലും നഊദു ബില്ലാഹ്. പിന്നീട് സൂർ അഥവാ കാഹളത്തിൽ ഊതപ്പെടും. സർവ്വചരാചരങ്ങളും അവിടെ സമ്മേളിക്കും. കുന്നുകളും കുഴികളൊന്നുമില്ലാത്ത, വളവോ തിരിവോ ഇല്ലാത്ത ഭൂമിയുടെ വിശാലമായ മാറിടത്തിൽ അവിടെ കഴിച്ചുകൂട്ടേണ്ടതായ ദിവസത്തിന്റെ ദൈർഘ്യം 24 മണിക്കൂറല്ല, മറിച്ച് 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസങ്ങളായിരിക്കും. അവിടെ കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയോ അതിനേക്കാൾ ഭയാനകമായിരിക്കും. നമുക്കിഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും നാം ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ ആശകളെയും മോഹങ്ങളെയും നാം ബലി കൊടുത്തിട്ടുണ്ട്. വിശപ്പടക്കാൻ പുഴുങ്ങിയ പച്ചക്കറികളിലും പച്ചവെള്ളത്തിലും അഭയം തേടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിസ്സാരമായി തോന്നിയ ഉപ്പിന്റെ വില എന്തെന്ന് നാം അറിഞ്ഞിട്ടുമുണ്ട്, അല്ലേ? എന്തേ കാരണം? ഒരു അസ്വസ്ഥത അത് അനുഭവപ്പെട്ടപ്പോൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറുടെ ശാസനയായിരുന്നു, കൽപ്പനയായിരുന്നു, നിർദ്ദേശങ്ങളായിരുന്നു അത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഏത് ശാസനയാണ് നാം പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളത്? വിരോധിച്ച ഏത് കാര്യങ്ങളെയാണ് തീർത്തും നാം ഉപേക്ഷിച്ചിട്ടുള്ളത്? ദരിദ്രർക്കിടയിൽ അവൻ നമ്മെ ധനവാനാക്കി. മേൽക്കൂരയില്ലാത്തവർക്കിടയിൽ നമുക്ക് നല്ല പാർപ്പിടം തന്നു.
വിരൂപികൾക്കിടയിൽ അവൻ നമുക്ക് സൗന്ദര്യം തന്നു, രോഗികൾക്കിടയിൽ അവൻ നമുക്ക് ആരോഗ്യത്തെ തന്നു, ഒരു കുഞ്ഞുകാൽ കാണാൻ ഭാഗ്യമില്ലാത്തവർക്കിടയിൽ നമുക്കവൻ സന്താനങ്ങളെ തന്നു. കണ്ണുകളുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവനും, നാവുണ്ടായിട്ടും സംസാരിക്കാത്തവനെയും, കാതുകളുണ്ടായിട്ടും കേൾവിയില്ലാത്തവനും, കൈകാലുകളുണ്ടായിട്ടും ഉടന്തനെയും നമ്മൾ കണ്ടില്ലേ? അങ്ങനെയാവാൻ അവർ എന്ത് പാപമാണ് ചെയ്തത്? അവർ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയോ പ്രതിഫലമാണോ ഇത്? എങ്കിൽ ചോദിക്കട്ടെ, നാം അനുഭവിക്കുന്ന ഇത്രയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ നാം ചെയ്ത പുണ്യം എന്താണ്? നാം ചോദിക്കപ്പെടും മഹ്ശറിൽ. പിന്നീട് നിങ്ങൾക്ക് കിട്ടിയ സുഖാനുഗ്രഹങ്ങളെ പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ആയുഷ്കാലം എന്തിൽ ചെലവഴിച്ചു? അറിവുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു? എവിടെ നിന്ന് എങ്ങനെ സമ്പാദിച്ചു? എന്തിൽ ചെലവഴിച്ചു? ആരോഗ്യവും സമയവും എന്തിൽ വിനിയോഗിച്ചു? ഇവകൾ ചോദിക്കപ്പെടാതെ വിചാരണാ വേദിയിൽ നിന്നും മനുഷ്യന്റെ കാലുകൾ ചലിക്കുന്നതല്ല എന്ന് ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കും. തന്നവൻ തന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് കിട്ടിയവൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. നമ്മോട് ചോദിക്കാൻ റബ്ബിന് അധികമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. 1000 രൂപ കിട്ടിയവന് പറയാൻ അധികമൊന്നും ഉണ്ടാവില്ല. നമുക്കെല്ലാം ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകളാണ് ബോധിപ്പിക്കാനുള്ളത്. അത്രമാത്രം കണക്കല്ലാത്ത അനുഗ്രഹങ്ങളാണ് നാം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞു, മനുഷ്യരോടായി അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഹേ മനുഷ്യരെ, നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. പിന്നീട് സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുവിൻ. പുറകോട്ട് നോക്കിയാൽ ഓർക്കാനായി ഒരുപാടുണ്ട് നമുക്ക്. എന്തായാലും നമ്മൾ പരാതിയാണ് വിശേഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക, അവനോട് നന്ദിയുള്ളവനാകുക, അവനിലേക്ക് മടങ്ങുക. അതോടൊപ്പം നാളത്തേക്ക് വേണ്ടി എന്ത് സമ്പാദ്യമാണ് നാം സൂക്ഷിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നാം സ്വയം ഒന്ന് വിലയിരുത്തുക. മരണപ്പെട്ടവർക്ക് നഷ്ടമായ അവസരങ്ങളാണ്, സമയങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന നമ്മൾ ശേഷിക്കുന്നതും അവസരങ്ങളാണ്, സമയങ്ങളാണ്. അതിനെ വേണ്ട വിധം നാം ഉപയോഗപ്പെടുത്തുക. മാതാവിൻ്റെ ഉദരമാവുന്ന തടവറയിൽ നിന്നും കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് നാം പിറന്നു വീണത്. ഖബറാകുന്ന ഒരു തടവറയിലേക്കൂടി നമുക്ക് പോകാനുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകാനും അതിനുവേണ്ട സംവിധാനങ്ങൾ നമ്മൾ കിട്ടിയ അവസരത്തിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ റമളാൻ മാസത്തെ സ്വീകരിച്ചവരിലും ആദരിച്ചവരിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ അതിൽ കാണുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ ഉൾപ്പെടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈ മഹത്തായ മാസത്തെ സ്വീകരിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തിട്ട് നമ്മളെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ ഖലീജുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ മാതാക്കളുണ്ട്, നമ്മുടെ പിതാക്കന്മാരുണ്ട്, മക്കളുണ്ട്, എല്ലാം ഗൾഫിൽ രാജ്യങ്ങളുണ്ട്. അവിടെ രൂക്ഷമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് സമാധാനമാണ്. എന്നിരുന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക, അവരുടെ സമാധാനം നമ്മളുടെ കൂടെ സമാധാനമാണ്. ഗൾഫിൻ്റെ സുരക്ഷിതത്വം നമ്മളുടെ കൂടെ സുരക്ഷിതത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബലാ മുസീബത്തുകൾ തൊട്ടും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.